സക്കാത്ത് കൊടുത്താൽ ചില ആൾക്കാർക്ക് പേടി, നമ്മളൊരു തിണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞു പോകും. അറിഞ്ഞോട്ടൊരു കുഴപ്പമൊന്നുമില്ല. കടം വാങ്ങാൻ വേണ്ടി വന്നാലോ വീട്ടാൻ സൗകര്യമുള്ള ആൾക്ക് കൊടുത്താൽ മതി. ചോദിച്ചവൾക്കൊക്കെ കടം കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവും. ആരും ഒന്ന് ചോദിച്ചാലും കടം കൊടുക്കണമെന്നുണ്ടോ? കടം വാങ്ങിപ്പോണ ആള് വീട്ടാൻ കഴിവുള്ള ആളാകണം. അല്ലെങ്കിൽ പിന്നെ പകുതി ആളും പൊരുത്തപ്പെട്ട് പകുതി ഞാനും പൊരുത്തപ്പെട്ട് വരേണ്ടിരുന്നു ലാസ്റ്റ്. അങ്ങനെ വേണ്ട. അയാൾക്ക് തിരിച്ചു തരാനുള്ള യോഗ്യത കഴിവൊക്കെ ഉണ്ട്. തരുന്ന ആളുമാണ്. കൊടുത്തോളി, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കൊടുത്തോളി. ആ കൊടുക്കുന്ന സമയത്ത് നീതിപരമായിട്ട് ന്യായപരമായിട്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാക്ഷികളും ഒപ്പുകളൊക്കെ രേഖപ്പെടുത്തിയോളി. ഞാൻ ന്യായപരമായിട്ട് ഇടപെടാൻ കഴിയും. അതില്ല, നമ്മളയാളെ വിശ്വാസം കൊണ്ട് കൊടുത്താണ്, ആ വിശ്വാസം കൊണ്ട് തിരിച്ചും കിട്ടും ചെയ്തോളൂ. പക്ഷെ സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കണം. അതെത്ര കുറവാണെങ്കിലും. കുറഞ്ഞതല്ലേ അള്ളാഹുത്തല കൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ അള്ളാഹു തന്ന എളുപ്പം. 1,00,000 രൂപക്കാണ് സക്കാത്ത് നമുക്ക് നിർബന്ധമായി വന്നതെങ്കിൽ ആകെ ഒരു 2.5% സക്കാത്തല്ലേ. അതിന്റെ 10-1 ഇല്ല. 20-1 20-1 5,000 കൊടുക്കണ്ടേ? 10-1 10,000 കൊടുക്കണ്ടേ? നിർബന്ധാക്കിയില്ലല്ലോ. 2.5%, ഒരു 2,500. അതിനാപ്പം മനുഷ്യന്മാർ പിശുക്കണം. റിലീഫ് കൊടുക്കും, സംഭാവന കൊടുക്കും, സഹായം കൊടുക്കും. പക്ഷെ ഏത് കൊടുക്കൂല? സക്കാത്ത് കൊടുക്കൂല. ഏത് കൊടുത്തിട്ടില്ലെങ്കിലും സക്കാത്ത് കൊടുക്കണം. അത് നിർബന്ധമായ ഒരു സംഗതിയാണ്. നിസ്കാരത്തിന്റെ സ്വീകാര്യതക്ക് വളരെ അനിവാര്യമായ ഒന്നാണ് സക്കാത്ത് കൊടുക്കുക. കടം കൊടുത്തിട്ടുണ്ട് ഉസ്താദെ, കിട്ടുന്നൊരു പ്രതീക്ഷയില്ല. കിട്ടുമ്പോ കൊടുത്തോളി, കൂട്ടിയച്ചാ മതി. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് 5 ലക്ഷം കൊടുത്ത് കിട്ടിയതെങ്കിൽ ആ 5 കൊല്ലത്തിന് കണക്കാക്കിയിട്ട് ആ കിട്ടിയ സമയത്ത് കൊടുക്കണം. ഇതാ ബുദ്ധിമുട്ട്. അല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ ഓരോ കൊല്ലം കൊടുക്കാൻ വേറെ വകുപ്പുണ്ട്, കൊടുത്തോളി. എന്നാലും ബാധ്യത വിടും. കൊടുക്കൽ ഉജൂബാണ്, കിട്ടിയിട്ട് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൊടുക്കണം. ഏതെല്ലാം വകുപ്പ് വരും? കടം, പിന്നെ ഏതാ? കുറി. അപ്പൊ കുറി പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇനി മേലാൽ കുറി കൊടുൂല കുറി. അതേപോലെ തന്നെ ഫണ്ടുകൾ. സർക്കാർ വകുപ്പിൽ കിട്ടുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ വേഗം കഴിച്ചില്ലാണ്ട ഫണ്ടുകൾ ഒരുപാടുണ്ട്. ആ ഫണ്ടുകളിലൊക്കെ പല ഫണ്ടുകളിലും കെട്ടിക്കിടക്കണ പൈസ ഉണ്ട്. ഇവര് നേരത്തെ അടച്ചതാണ്. ആ അടച്ച പൈസന്റെ തുക കറക്റ്റ് ഓർമ്മ ഉണ്ട്. വേറെ ഏത് മറന്നാലോ മറക്കൂലല്ലോ. അവന് നമ്മള് കൂടപ്പുറപ്പ് അങ്ങനെയല്ലേ, ഞാൻ ഇത്ര അടച്ചിട്ട് കറക്റ്റ് ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ കറക്റ്റിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. കൊടുത്തോളി. അല്ലാതെ കിട്ടുന്ന തോക്കാണ് അനുസരിച്ച് കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഒരാൾക്കിപ്പോ ഒരു പറമ്പിൽ നിന്ന് ഒരാൾക്ക് നിധി കിട്ടി. ആ നിധിയും തൂക്കത്തിനും അളവിനനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ട കണക്കുണ്ടെങ്കിൽ അതിനും കൊടുക്കണമല്ലോ സക്കാത്ത്. അതിന്റെ പറമ്പ് നിനക്ക് കിട്ടിയല്ലേ എന്ന് പറയാൻ പറ്റുമോ? എന്താ കാരണോ? മറ്റുള്ളവർക്ക് നിന്റെ സ്വത്തിൽ അല്ലാഹു തആല ഒരു നിർബന്ധ വിഹിതം വെച്ചിട്ടുണ്ട്. അതിന് നീ അർഹനാണെങ്കിൽ കൊടുക്കേണ്ട അർഹതയില്ലാത്ത ആളോട് അല്ലാഹു തആല ചോദിക്കൂല എന്തേ കൊടുക്കാഞ്ഞു ചോദിക്കോ? അയാൾക്ക് അർഹതല്ലല്ലോ. സക്കാത്തിന് അർഹതല്ല.